ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികയുടെ വിവാഹം, കാർത്തികയും ദിലീപും തമ്മിലുള്ള വിവാഹം രഹസ്യമായി നടത്താനും അത്യാവശ്യം ബന്ധുക്കൾ മാത്രം അറിയിച്ചുകൊണ്ട് ആ ചടങ്ങ് ചെറുതായ രീതിയിൽ നടത്താനും അവർ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ മീഡിയക്കാരോടും മറ്റുള്ളവരോടും പുറത്തുള്ളവരോടും ദിലീപ് ഈ കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നൊരു കാര്യവുമാണ് അറിയിക്കുന്നത്. എന്തായാലും ഗംഗയെ കൊടുക്കാനുള്ള വഴി ദിലീപ് തന്നെയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നമ്മുടെ കിരണ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഗംഗയാണെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആകെ സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. അവൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിന് എന്തായാലും ഫലമുണ്ടായി. എന്തായാലും അവൻ്റെ അച്ഛൻ്റെ ജീവൻ കളയേണ്ടി വന്നു. അവൻ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് ഇനിയിപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ ആരും ധൈര്യപൂർവ്വം വരില്ല. ഇങ്ങനെയൊരു അവസ്ഥയിൽ ആരും അവളെ ഇനി കല്യാണം കഴിക്കില്ല. എനിക്ക് ജോലി ഭാരം കുറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗംഗ കൂട്ടുകാരോട് അട്ടഹസിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഭക്ഷണത്തിന് വേണ്ടി അടുത്തുള്ള ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാനും അവർ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ പ്രകാശിൻ്റെ അവസ്ഥ അറിഞ്ഞ് കല്യാണിക്കും അതുപോലെ പെൺമക്കൾക്ക് എല്ലാവർക്കും തന്നെ, അതുപോലെ ലക്ഷ്മി അമ്മയ്ക്കും ഒരുപാട് വിഷമമാകുന്നുണ്ട്. അങ്ങനെ അവർ ചെന്ന് തൻ്റെ അച്ഛനെ കാണുകയും അച്ഛൻ്റെ അവസ്ഥ വന്ന് പറഞ്ഞിട്ട് കിരണിനോട് കല്യാണി വന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അച്ഛനെ ഇങ്ങനൊരു അവസ്ഥയിൽ അവനാക്കിയത് അവൻ എന്തായാലും തിരിച്ചടി കൊടുക്കണം കിരണേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേലുവിൻ്റെ മാമി, അതായത് അമലുവിൻ്റെ അമ്മ ഇപ്പോൾ അവിടെ കാട്ടിൽ തനിച്ചാണല്ലോ. ഇവരാണെങ്കിൽ ഈ കല്യാണം കൂടിയിട്ട് എത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് കരുതിയ ഇതുവരെയും കല്യാണം നടന്നിട്ടില്ല. കല്യാണം നീണ്ടു പോവുകയാണ്. അമലുവിൻ്റെ അമ്മയാണെങ്കിൽ ആ കാട്ടിൽ ഒറ്റയ്ക്കാണ്. അടുത്തടുത്ത ആൾക്കാരുണ്ടെങ്കിലും അവരോട്, അതായത് അമലുവിൻ്റെ അമ്മയോടും ഈ നാട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ആ ഒരു ആവശ്യം വേലു, അതായത് മാമിയോട് പറയുമ്പോൾ മാമി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ മാമിയും ഈ ഒരു നാട്ടിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അമലുവിന് കൂട്ടായി തന്നെ അവരെത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറയുന്നുണ്ട്, അതായത് ദിലീപിൻ്റെ അമ്മ, ഇത്രയും നാളും ദിലീപിൻ്റെ അമ്മ ഈ ഒരു വിവാഹത്തിന് എതിർപ്പായിരുന്നു. തൻ്റെ മകനും തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ കളഞ്ഞ ഈ ഒരു കല്യാണം വേണ്ടെന്ന് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തൻ്റെ മകൻ്റെ ആഗ്രഹത്തിനൊപ്പം തന്നെ ആ അമ്മ നിൽക്കുകയാണ്. ആ അമ്മ പറയുന്നുണ്ട്, അതായത് കാർത്തികയെ ദിലീപ് വിളിക്കണ സമയത്ത് ദിലീപ് കാര്യങ്ങളൊക്കെ കാർത്തികയോട് പറയുന്നുണ്ട്, പുറത്താരും ഈ ഒരു കാര്യം അറിയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു പക്ഷേ അവൻ്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ അപകടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എന്തായാലും ആ സമയത്ത് ദിലീപിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആ ഫോണൊന്നും എനിക്ക് തായോ എന്ന് പറയുമ്പോൾ കാർത്തിക, അതായത് നമ്മുടെ ദിലീപ് കൊടുക്കുകയാണ് ഫോൺ, കാർത്തികയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ടാണ് നമ്മുടെ ദിലീപ് കൊടുക്കുമെങ്കിലും അമ്മയാണെങ്കിൽ കാർത്തികയോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഈ കല്യാണം നടത്തുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധമില്ല മോളെ. എന്തായാലും എൻ്റെ മകൻ സ്നേഹിച്ചത് നിന്നെ തന്നെയാണ്. അതുകൊണ്ട് ഈ വിവാഹം നടക്കുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല പോസിറ്റീവായൊരു സംസാരമാണ്. അവളുടെ മനസ്സ് തണുപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംസാരമാണ് ദിലീപിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവൾക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അവൾക്ക് ഒരു വിഷമമുണ്ടായിരുന്നത്. എന്തായാലും അത് മാറിക്കിട്ടുന്നുണ്ട്. അതിനുശേഷം ദിലീപിനോട് അമ്മ പറയുകയാണ്, എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇനി എന്തായാലും നീ പറഞ്ഞതുപോലെ നിന്റെ അച്ഛനെ കൊന്ന ആ കൊലയാളിയെ, അവനെ അങ്ങനെ ജയിക്കാൻ വിടരുത്. ഞാൻ നിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ദിലീപിനും അത് വലിയൊരു സമാധാനമാവുകയാണ്, സന്തോഷമാവുകയാണ്. എന്തായാലും കാർത്തിക ലക്ഷ്മി അമ്മയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ദിലീപേട്ടൻ വിളിച്ചായിരുന്നു, കല്യാണം അതീവ രഹസ്യമായിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ അമ്മ എന്നോട് സംസാരിച്ചു, നല്ല പോസിറ്റീവായ രീതിയിലാണ് സംസാരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന അമ്മയെന്ന് പറയുകയാണ്. അപ്പോൾ എത്രയായാലും മുകളിൽ ദൈവം എന്നൊരാളുണ്ട് മോളെ. അതുകൊണ്ട് എല്ലാവരും ഒത്തുനിന്നാൽ മാത്രമേ അവനെ പിടിക്കാൻ പറ്റുകയുള്ളൂ, ആ ഗംഗപ്രസാദിനെ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കിരണാണെങ്കിൽ, അതായത് കിരണ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഈ പറയുന്ന ഇവൻ മനോഹറും.
അങ്ങനെ മനോഹറിൻ്റെ നിർദ്ദേശപ്രകാരം മനോഹർ ഇടക്കിടക്ക് വിളിച്ചിട്ട് കുഞ്ഞിന് കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കിരണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ സഹായിക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവൻ്റെ ആവശ്യങ്ങളൊക്കെ തട്ടിക്കളയുകയാണ് ചെയ്തിരുന്നത്. എങ്കിലും അവൻ പിന്നെയും വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ട്, സാറേ ഞാൻ ജയിലോട്ട് തിരികെ പോവാൻ സമയമായി, എനിക്ക് അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം കിരൺ സാർ എന്ന് പറഞ്ഞ് അവൻ കാല് പിടിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായാലും കിരൺ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ശാരിയുടെ ഒക്കെ വീട്ടിലേക്ക് വരികയാണ്. കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട് കിരൺ. എന്നിട്ട് ഈ പറയുന്ന ഗംഗയെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ശാരി പറയുന്നുണ്ട്, ഓഹ് ഇങ്ങനെയൊരു ജന്മം ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇത് വല്ലാത്തൊരു ദുരിതമായി പോലും, എങ്കിലും ആ പയ്യൻ്റെ അച്ഛൻ്റെ ജീവൻ ആ ദുഷ്ടൻ എടുത്തല്ലോ, മോനെ നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശാരി നല്ല ഉപദേശങ്ങളും വാക്കുകളൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ നിൽക്കുന്ന കിരണ് അതിന് സാധിക്കുന്നില്ല. പകരം നമ്മുടെ മനോഹറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് മനോഹർ ആണെങ്കിൽ കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങിയിട്ട് അത് കിരണ് കൊടുക്കുകയാണ്. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ഇത് കൊടുത്തോളാം, അതായത് കിരൺ വാങ്ങി കൊടുക്കുന്നത് എന്ന രീതിയിൽ കൊടുത്തോളാം എന്നും പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ട് വരികയാണ്. പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ ശാരിക്ക് അതിലൊരു സംശയം തോന്നുന്നില്ലെങ്കിലും നമ്മുടെ മനോഹർ കൊടുത്തയച്ചതാണ് എന്ന് നമ്മുടെ സരയുവിന് തീർച്ചയായും അവൾക്ക് മനസ്സിലാവുകയാണ്. തന്നെ കിരൺ പറ്റിക്കുകയാണ്. കിരൺ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുടുപ്പുകളൊന്നും കുഞ്ഞിന് വാങ്ങിക്കൊടുക്കില്ല. അവൻ്റെ മനസ്സങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് തകർന്നിരിക്കണം. ഈ ഒരു സമയത്ത് ഇത് അവൻ്റെ പണി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഡ്രസ്സുകൾ കിരണിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയിട്ട് കിരണിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഡ്രസ്സുകളൊക്കെ പിന്നാമ്പുറത്ത് കൊണ്ടുവന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കുകയാണ്. ആ ഡ്രസ്സുകളൊക്കെ കത്തിച്ച് നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശാരി അവിടേക്ക് ഓടി വരികയാണ്. എന്താ മോളെ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട്, കിരൺ മോൻ കൊണ്ടുവന്ന ഡ്രസ്സുകൾ നീ ഇങ്ങനെ കുഞ്ഞിന് കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ കത്തിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സരയ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കത്തിക്കാൻ പാടില്ല എന്ന് എന്നോട് ഇവൻ പറയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയില്ല ഒരിക്കലും, കാരണം ഇത് ഇവൻ വാങ്ങിയ ഡ്രസ്സുകളല്ല, ഇത് അവൻ കൊടുത്തയച്ചിട്ടുള്ളതാണ് കുഞ്ഞിന് വേണ്ടിയിട്ട്. അതാണ് ഇവൻ ഞാൻ കത്തിക്കുന്ന കണ്ടിട്ട് ഇവൻ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പറയണ കേൾക്കുമ്പോൾ ശാരി അന്തം വിട്ടു പോവുകയാണ്. അതെ, അവൻ എന്നെ വിളിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി അത് വാങ്ങിക്കേണ്ടി വന്നതാണ് എന്ന് കുറ്റസമ്മതം നമ്മുടെ കിരൺ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിലെ കാര്യത്തിൽ സരയുവിന് കിരണിനോട് ദേഷ്യം തോന്നുകയും എന്തായാലും കിരണിൻ്റെ പദ്ധതികളൊന്നും നടക്കാതെ പാളിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ മനോഹറിനെ വിളിച്ച് അറിയിക്കുകയാണ്, നീ കാരണം അവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു, ഇനി ഒരിക്കലും അവൾ എന്നെ വിശ്വസിക്കില്ല, അവളെ ഇനി എന്നെ ശത്രുവായി കാണുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ മനോഹറിനോട് കിരൺ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.